നമസ്കാരം. ദി ഹിന്ദു ദിനപത്രത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ആഴത്തിലുള്ള വിശകലനമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ UPSC സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക്, അതായത് CSEക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. സാമ്പത്തികം, പരിസ്ഥിതി, സാമൂഹിക വിഷയങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പലതും നമ്മളിന്ന് നോക്കുന്നുണ്ട്. തീർച്ചയായും ഓരോ വാർത്തയും നിങ്ങളുടെ UPSC സിലബസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, പിന്നെ പ്രിലിംസിനും മെയിൻസിനും ആവശ്യമുള്ള പ്രധാന ആശയങ്ങൾ എന്തൊക്കെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യയിൽ ഈ അനൗപചാരിക കടം കൂടുന്നതിനെക്കുറിച്ചുള്ള വാർത്ത നോക്കാം. ഏതാണ്ട് 96% പേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാവപ്പെട്ടവർ ഇപ്പോഴും ഈ അനൗപചാരിക വായ്പകളെ ആശ്രയിക്കുന്നത്? ഒരു വിരോധാഭാസം പോലെ തോന്നുന്നില്ലേ? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ GS3 പേപ്പറിലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, പിന്നെ GS2ലെ വെൽഫെയർ സ്കീംസ്, ഇതുമായൊക്കെ ബന്ധമുള്ള വിഷയമാണ്. അതായത് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അഥവാ സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അല്ലേ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഈട് കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ കാരണം ഔദ്യോഗിക വായ്പ കിട്ടാതെ വരും. അപ്പോൾ ആളുകൾ എന്തു ചെയ്യും? മറ്റു മാർഗങ്ങൾ, അതായത് ഈ കൊള്ളപ്പലിശക്കാരെ ആശ്രയിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അതെ, ഇത് പിന്നെ ഒരു കടക്കെണിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ശരിക്കും സാമ്പത്തിക അസമത്വം കൂട്ടാനും ഇത് കാരണമാകും. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാതെ പൂർണ്ണമായ സാമ്പത്തിക ഉൾക്കൊള്ളൽ നടക്കില്ല. ശരിയാണ്. അപ്പോ ഈ സാമ്പത്തിക വിഷയത്തിൽ നിന്ന് നമുക്ക് പരിസ്ഥിതിയിലേക്ക് കടന്നാലോ? താപവൈദ്യുത നിലയങ്ങൾക്കുള്ള മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളിൽ പരിസ്ഥിതി മന്ത്രാലയം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 78% നിലയങ്ങളെ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ, അതായത് FGD സ്ഥാപിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണല്ലോ വാർത്ത. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇത് GS3യിലെ എൻവയോൺമെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ FGD എന്ന് പറയുന്നത് പ്രധാനമായും സൾഫർ ഡയോക്സൈഡ്, SO2. അതെ, SO2 പുറന്തള്ളുന്നത് കുറയ്ക്കാനുള്ള ഒരു ടെക്നോളജിയാണ്. ഈ SO2 ആണെങ്കിൽ വായുമലിനീകരണത്തിനും അതുപോലെ ആസിഡ് മഴയ്ക്കുമൊക്കെ കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഇളവ് കൊടുക്കുന്നത് ഒരുപക്ഷേ താൽക്കാലികമായി ചിലവ് കുറയ്ക്കുമായിരിക്കാം, പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും മോശമായി ബാധിക്കും. പിന്നെ ഈ അതിർത്തി കടന്നുള്ള മലിനീകരണം, ട്രാൻസ് ബൗണ്ടറി പൊല്യൂഷൻ, അതിനും ഇത് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് സാമൂഹിക വിഷയങ്ങളിലേക്ക് വരാം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ്ങും പിന്നെ ഈ വിദ്യാർത്ഥികൾക്കിടയിലെ മാനസികാരോഗ്യ പ്രതിസന്ധിയും, ഇത് രണ്ടും കൂടുന്നു എന്നാണ് വാർത്ത. കോടതികൾ വരെ UGC സംവിധാനം പരാജയമാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമായി തുടരുന്നത്? റാഗിംഗ് എന്നത് അത് വെറുമൊരു തമാശയല്ലല്ലോ, അതൊരു കുറ്റകൃത്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ സിലബസിൽ GS1 സൊസൈറ്റി, GS2 എഡ്യൂക്കേഷൻ ഹെൽത്ത്, എന്തിന് GS4 എത്തിക്സ് വരെ ഇതിന്റെ ഭാഗമായി വരും. പലപ്പോഴും നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകുന്നില്ല. പിന്നെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് കൊടുക്കേണ്ട പരിഗണന കിട്ടുന്നുമില്ല. ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. NCRB ഡാറ്റ നോക്കിയാൽ തന്നെ വിദ്യാർത്ഥി ആത്മഹത്യകൾ കൂടുന്നതായി കാണാം. ശരിക്കും പറഞ്ഞാൽ കർശനമായ നടപടിയും കൗൺസിലിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതും അത്യാവശ്യമാണ്. ശരിയാണ്. അടുത്തത് വീണ്ടും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. പ്രൊജക്ട് ചീറ്റ. കുനോ നാഷണൽ പാർക്കിൽ ഒരു ചീറ്റ കൂടി ചത്തു. അതേസമയം 2 ചീറ്റകളെ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്താണ് ഈ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇത് പ്രിലിംസിന് പ്രധാനമാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഭാഗത്ത് പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ്. നിങ്ങൾ ഓർക്കേണ്ട 2 സ്ഥലങ്ങൾ കുനോ നാഷണൽ പാർക്ക്, പിന്നെ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം. പക്ഷെ ഈ തുടർച്ചയായി ചീറ്റകൾ ചാകുന്നത് ഈ പ്രൊജക്ട് നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ആഫ്രിക്കൻ ചീറ്റയുടെ IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണെന്നുള്ളതും പ്രിലിംസിനൊരു പോയിന്റാണ്. ഓക്കെ, ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു വാർത്ത നോക്കാം. ബാംഗ്ലൂരിലെ IISc ഗവേഷകർ DNA റിപ്പയർ നിയന്ത്രിക്കുന്ന ഒരു പുതിയ കോശ സംവിധാനം കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. അതെന്താണ് സംഭവം?
ഇത് പ്രിലിംസിലെ ബയോടെക്നോളജി ഭാഗത്ത് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കോശങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോൾ DNA ശരിയാക്കാൻ ചില പ്രോട്ടീനുകൾ വേണം. പക്ഷേ ഈ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ഒരുപാട് പ്രോട്ടീൻ ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ അത് നിയന്ത്രിക്കാൻ കോശത്തിന് തന്നെ ഒരു മെക്കാനിസമുണ്ട്. ഈ mRNA, അതായത് മെസഞ്ചർ RNA, അതിനെ താൽക്കാലികമായി ഒന്ന് പിടിച്ചു നിർത്തും. SCD6LSM14A പോലുള്ള പ്രോട്ടീനുകളാണ് ഇത് ചെയ്യുന്നത്. ഭാവിയിലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ചികിത്സയിലൊക്കെ ഒരു പക്ഷേ ഇത് ഉപകാരപ്പെട്ടേക്കാം. ഇൻട്രസ്റ്റിംഗ്. ഇനി അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് കടക്കാം. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഒരു 10% താരിഫ് ചുമത്തുമെന്ന് US ഭീഷണി മുഴക്കിയിരിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നതാണ് കാരണമെന്നും പറയുന്നു. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇത് GS2-ലെ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്, IR, അതുപോലെ GS3-ലെ ഫോറിൻ ട്രേഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബ്രിക്സിന്റെ ഈ ഡോളറൈസേഷൻ ശ്രമങ്ങൾ, അതായത് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ, ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ട്രംപിന്റെ ഈ ഭീഷണി അത് നടപ്പായാൽ ഇന്ത്യയുടെ വ്യാപാരത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായ വെല്ലുവിളി വരുന്നത്. അതായത് അമേരിക്കയുമായുള്ള ബന്ധവും ബ്രിക്സിനോടുള്ള ഒരു പ്രതിബദ്ധതയും ഒരുപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം. നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമിയുടെ ഭാഗമാണിത്. ശരിയാണ്. അടുത്തത് ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ലോകബാങ്ക് പറയുന്നത് ഉപഭോഗത്തിലെ അസമത്വം, അതായത് കൺസംഷൻ ഇന്നീക്വാലിറ്റി, കുറഞ്ഞു എന്നാണ്. പക്ഷേ വേൾഡ് ഇന്നീക്വാലിറ്റി ഡാറ്റാബേസ് പറയുന്നത് വരുമാനത്തിലും സ്വത്തിലുമുള്ള അസമത്വം, ഇൻകം വെൽത്ത് ഇന്നീക്വാലിറ്റി, ഭയങ്കര കൂടുതലാണെന്നാണ്. അപ്പോൾ ഇതിലേതാണ് ശരി? ചോദ്യമാണ്. ഇത് GS1, GS3 എന്നിവയിലൊക്കെ വരും. ഈ ഉപഭോഗ അസമത്വം അളക്കാൻ ജിനി കോഎഫിഷ്യന്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഉപഭോഗം മാത്രം നോക്കിയാൽ നമുക്ക് മുഴുവൻ ചിത്രം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പണക്കാരായ ആളുകൾ അവർ അവരുടെ വരുമാനത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണിരിക്കും ഉപഭോഗത്തിന് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ 1% ആളുകൾ രാജ്യത്തിന്റെ 40% സമ്പത്ത് കൈവശം വെക്കുന്നു എന്ന കണക്ക് വരുമാന സമ്പത്ത് അസമത്വത്തിന്റെ ഒരു ഭീകരത കാണിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ നല്ല പുരോഗമനപരമായ നികുതി നയങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളുമൊക്കെ വേണം. ഓക്കെ. അവസാനമായിട്ട് മിസോറാമിലെ അഭയാർത്ഥി പ്രതിസന്ധിയെക്കുറിച്ചാണ് വാർത്ത. മ്യാൻമറിലെ പ്രശ്നങ്ങൾ കാരണം ചിൻ അഭയാർത്ഥികൾ വീണ്ടും മിസോറാമിലേക്ക് വരുന്നു. മിസോറുകളും ചീൻ വംശജരും തമ്മിൽ ഒരു വംശീയ ബന്ധമുണ്ടെന്നതും ഇതിലൊരു ഘടകമാണ്. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇത് GS3-ലെ ബോർഡർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, പിന്നെ GS2-വിലെ നെയ്ബർഹുഡ് റിലേഷൻസ് എന്നിവയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ 1951-ലെ അഭയാർത്ഥികളെ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ നമുക്കൊരു കൃത്യമായ ദേശീയ അഭയാർത്ഥി നിയമമില്ല. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ദേശീയ സുരക്ഷയും മാനുഷികമായ പരിഗണനകളും ഒരുപോലെ നോക്കണം. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഈ വംശീയ ബന്ധം ഇതിനെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായൊരു നയരൂപീകരണവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണവും നയതന്ത്ര ഇടപെടലും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയങ്ങളെല്ലാം, അത് സാമ്പത്തിക വെല്ലുവിളികളായാലും പരിസ്ഥിതി നയമാറ്റങ്ങളായാലും സാമൂഹിക പ്രശ്നങ്ങളായാലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളായാലും അതിർത്തിയിലെ പ്രതിസന്ധികളായാലും, ഇവയെല്ലാം ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയിലെ സങ്കീർണതകളാണ് കാണിക്കുന്നത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ താപവൈദ്യുത നിലയങ്ങളുടെ മലിനീകരണ നിയന്ത്രണത്തിലെ മാറ്റം, അത് ദീർഘകാലത്തിൽ ആരോഗ്യ ചെലവുകളെയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും വരെ ബാധിക്കാം, അല്ലേ? കറക്റ്റ്. ഇന്നത്തെ ഈ ചർച്ചയുടെ കൂടുതൽ വിശദമായ പൂർണ്ണമായ വിശകലനം നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്രതിമാസം വെറും 300 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് വീഡിയോ വിശകലനം അവിടെ ലഭ്യമാണ്. അപ്പോൾ അടുത്ത വിശകലനത്തിൽ നമുക്ക് വീണ്ടും കാണാം.